എന്നെ അടിക്കില്ല ചെറിയമ്മ. ഞാൻ എവിടെയും പോയില്ല, ഒരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തില്ല. പൈപ്പിഴിപ്പോഴാണ് വെള്ളം വന്നത്. അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാ ഞാൻ വൈകിയത്. എന്തിനാണ് ആ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്? അവള് കണ്ണ് കാണാത്ത കുട്ടിയല്ലേ? കണ്ണ് കണ്ടില്ലെങ്കിൽ എന്താ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വെള്ളം എടുക്കാനാണെന്ന് പറഞ്ഞ് റോഡിന്റെ അപ്പുറത്തെ പൈപ്പിന്റെ അടുത്തേക്ക് പോകും. മണിക്കൂർ കഴിഞ്ഞായിരിക്കും തിരിച്ചു വരിക. നിങ്ങൾ വെറുതെ അവളെ തെറ്റിദ്ധരിക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടി, അവള് കൃത്യമായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. നിങ്ങൾ പ്രസവിച്ച കുട്ടിയായിരുന്നെങ്കിൽ ഇതിനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമായിരുന്നോ? ഇവളെ ഞാൻ പറ്റതല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ അഞ്ജനയുടെ രണ്ടാം അമ്മയാണെന്നുള്ള സത്യം ഈ നാട്ടിൽ ആർക്കാ അറിയാൻ പാടില്ലാത്തത്? അതുപോലെ ഇവളുടെ അച്ഛൻ, നിങ്ങളുടെ ഭർത്താവ് മുഴുവൻ കുടിയനാണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. ആ കാലമാടൻ എന്റെ ജീവിതം നശിപ്പിച്ചു. വീട്ടു ചെലവിന് പോലും 10 പൈസ തരത്തില്ല. കുടി തന്നെ കുടി. 3 വയറ് നിറയ്ക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയാവൂ. അതിനിടയിൽ ഇവക്കൊരു പ്രേമം, ഒരു ഊമച്ചെറുക്കനോട്. എന്തോന്ന് പ്രേമം! ഇവളുടെ പള്ള വീർപ്പിച്ചേ അവനങ്ങ് സ്ഥലം വിടും. നമ്മുടെ നാട്ടിൽ പെൺപിള്ളേരെ വിലയ്ക്ക് വാങ്ങുന്നവരുണ്ട് പോലും. ഒരുത്തം വന്ന് 2000-ഓ 3000-ഓ തന്നിരുന്നെങ്കിൽ ഇവളെ ഞാനങ്ങ് വിറ്റേനെ. ഇപ്പൊ നീ പറഞ്ഞ കാര്യം ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അറിയിച്ചാൽ ആ നിമിഷം പോലീസ് എത്തി നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പ്രസവിച്ചില്ലെങ്കിലും അഞ്ജനയുടെ അമ്മയുടെ സ്ഥാനമല്ലേ നിനക്ക്? പണം വേണമെങ്കിൽ ഞാൻ തരാം. ഇവളെ വിലയ്ക്ക് വാങ്ങിക്കാനല്ല, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് വരെ, ഇവളെ ഉപദ്രവിക്കാതിരിക്കാൻ. നിങ്ങൾ ആരാ? പെൺ പോലീസാണോ? അല്ല, നിങ്ങളിപ്പോ ഒരു ഊമച്ചെറുക്കനെ പറ്റി പറഞ്ഞില്ലേ, ഞാൻ അവന്റെ അമ്മയാണ്. പേര് വിശാലാക്ഷി. അയ്യോ, എന്റെ മോന് വേണ്ടി അഞ്ജനയെ ചോദിക്കാനാ ഞാൻ വന്നത്. കൊണ്ടുപോയി വിൽക്കാനല്ല, എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. സത്യമാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ സത്യമേ പറയാറുള്ളൂ. പക്ഷേ എന്നോടൊരാള് പറഞ്ഞു നിങ്ങൾ ബ്രാഹ്മണരാണെന്ന്. ഞങ്ങൾ ഈഴവരാ. ഞാൻ നിങ്ങളോട് ജാതി ചോദിച്ചില്ലല്ലോ, നിങ്ങളുടെ മകളെയല്ലേ ചോദിച്ചത്. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഭേദമിണ്ടാവതല്ല മമ, പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാവലി. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരാഴ്ച കൂടി കഴിഞ്ഞ് വന്നാ മതിയെന്ന്. തിന്നു മുടിക്കാനായി ബന്ധവും പറഞ്ഞ് ഒരു വൃത്തികെട്ട കിളവി വന്ന് കൂടിയിട്ട് ദിവസം കുറെ ആയി. ഇങ്ങനെയുണ്ടൊരു മാരണം. ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. അയ്യോ, നിന്നെ കണ്ട അവരിവിടെ അങ്ങ് പൊറുതി തുടരും. അവരങ്ങനൊന്നും പോകുന്ന കൂട്ടമല്ല. ദേഹത്ത് അള്ളി പിടിക്കുന്ന വർഗവാ, കണ്ടാൽ അറിയാം. നാരായണ അങ്ങനെ കള്ളിപ്പിടിക്കൂ. വഴിയുണ്ട്. വിഷ്ണു ഹരി നാരായണായ നമ. എങ്കിലേ അടുക്കളപ്പണി മുഴുവൻ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കും, അതെങ്കിലും ലാഭിക്കാലോ. എന്തിനാ ചേച്ചി എന്റെ വയറ്റത്തടിക്കുന്നത്? ഷോ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ദേ, ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചിട്ട് ഞാൻ നിന്നെ വിവരം അറിയിക്കാം. നിന്റെ ആങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, അതിൽ വിളിച്ച് പറയാം. ചെല്ല്, പൊയ്ക്കോ, പൊയ്ക്കോ. ഓ, ഓരോ മാരണങ്ങൾ. എന്റെ രാജമ്മ ചേച്ചി, ആ ജോലിക്കാരി സ്ത്രീ ഇന്നും വന്നില്ല. പിന്നെ ആരോടാ സരോജി ഇത്രയും നേരം സംസാരിച്ചത്? അയ്യോ എന്റെ ചേച്ചി, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചതാ. ഇത്രയും വലിയ വീട് വാങ്ങിച്ചതേ അബദ്ധമായി. എല്ലാ മുറികളും വരാന്തയും തൂത്തു തുടയ്ക്കണം. എന്റെ പ്രസാദിന്റെ ഡ്രസ് എല്ലാം കഴുകിയിടണം. പിന്നെ പാചകം. ജോലിക്കാരില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ഇതൊന്നും ചെയ്ത് പരിചയവും ഇല്ല. അതുകൊണ്ടാ ചേച്ചി ഇവിടെ നിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞത്. പ്രസാദിനോട് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറയാം. എനിക്ക് വിമൻസ് ക്ലബിൽ ഭക്ഷണം കിട്ടും. ചേച്ചി വീട്ടിലിരുന്ന സാരില്ല, ഇവിടെ അരിയും പലവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ വെച്ച് കഴിച്ചോളാം. അതല്ല ചേച്ചി, ഞാനൊന്ന് ചോദിച്ചോട്ടെ. നളിനിയും കൊച്ചേട്ടനും നളിനിയുടെ മോളും കരുണാലയത്തിലേക്ക് മടങ്ങി വന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. രാജമ്മ ചേച്ചിയെ മാത്രം എന്താ അവിടെ താമസിപ്പിക്കാത്തത്? എന്താ? സരോജൻ തന്നെയാ കാരണം. ഞാനോ? അതെ,
സരോജൻ തന്നെ. ഹം, ഞാൻ സരോജത്തെ പുകഴ്ത്തി പറയുമ്പോ സുശീലയ്ക്ക് കുശുമ്പ് വരും. സുശീല കോയമ്പത്തൂരിലെ പട്ടത്തിയോട് പറഞ്ഞു കൊടുത്തു, ഞാൻ എല്ലാ കുഴപ്പങ്ങളും കരുണാലയത്തിലുണ്ടാക്കിയത് സരോജൻ പറഞ്ഞിട്ടാണെന്ന്. സുകുമാരൻ നളിനിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനും സരോജ് നല്ല ഫ്രണ്ട്സ് ആയില്ലേ? അത് സുശീലക്ക് എങ്ങനെ സഹിക്കും? എങ്കിലത് സുശീല ചേച്ചിയോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചേച്ചി ഡ്രസ് മാറ്റി ബാഗ് എടുക്ക്. അയ്യയ്യ, ഞാൻ വരുന്നില്ല. കരുണാലയത്തിന്റെ മുറ്റത്ത് കാലെടുത്ത് കുത്തില്ലെന്ന് ഞാൻ ശപഥം ചെയ്തു കഴിഞ്ഞു. രാജമ്മ ചേച്ചി, ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. ആദ്യം ചേച്ചി കാറിനകത്തിരുന്നാ മതി. ഞാൻ അകത്ത് പോയി 5 മിനിറ്റ് സംസാരിച്ച സുശീലയും നളിനിയും അവരുടെ അഭിപ്രായം മാറ്റിയേക്കും. കൊച്ചേട്ടൻ മൂത്തതും ഞാൻ കൂട്ടത്തിലെ ഏറ്റവും ഇളയതുവാ. പക്ഷേ കൊച്ചേട്ടനും എന്നെ പേടിയാ. സരോജ്, ഞാൻ പറയണതൊന്ന് കേൾക്ക്. 18 അടവുകളും പയറ്റിക്കഴിഞ്ഞ ഞാൻ കരുണാലയത്തിൽ നിന്ന് ഇറങ്ങിയത്. രാജമ്മ ചേച്ചിയുടെ അടവല്ല ഈ സരോജത്തിന്റെ അടവ്. ഞാനത് കാണിച്ചു തരാം. കോയമ്പത്തൂരിലെ വിശാലാക്ഷി അമ്മാളിനെ എനിക്ക് പേടിയില്ല. പിന്നെയല്ലേ സുശീല. ചേച്ചി സാരി മാറ്റി വേഗം വന്നേ. അതിനു മുമ്പ് ഈ അടുക്കള മാത്രം ഒന്ന് തൂത്തേക്ക്. ദാ പിടി. ഒരു ശ്രമം കൂടി നടക്കട്ടെ. കിട്ടിയാൽ കരുണാലയം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ. ഞാനാര്? ഇവളുടെ തൂപ്പുകാരിയോ? ധൈര്യമായിട്ട് എന്റെ കൂടെ ഇറങ്ങി വാ ചേച്ചി. കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂരെ പട്ടത്തി വന്നേ ആ കള്ളം വക്കീലിന്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ ഇറക്കി വിട്ടത്. ഞാനും എന്റെ മോളും സുകുമാരനും ദിവ്യയും ഒരുമിച്ചാ ഇറങ്ങിയത്. പക്ഷെ ഈ പ്രാവശ്യം എന്നെ ഒഴിവാക്കിയത് എന്റെ സ്വന്തം മോള് തന്നെയാ. കരുണാലയത്തിൽ ഞാൻ കയറരുതെന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു. സുശീലയും പറഞ്ഞു. അതുകൊണ്ട് അവര് വിളിക്കാതെ ഞാൻ ആ പടി ചവിട്ടുന്ന പ്രശ്നമില്ല. അങ്ങനെയാണോ സംഭവം? ആ, സ്വന്തം മകളും രാജമ്മ ചേച്ചിക്ക് എതിരായോ? അതേന്ന്. സാരമില്ല, നളിനിയോട് ഞാൻ 2 വർത്താനം പറയാം. പറയണം. രാധാകൃഷ്ണ, ഞാൻ ഇറങ്ങി ഗേറ്റ് മുഴുവൻ തുറന്നിടാം. കാർ അകത്ത് പടി വരെ കൊണ്ടുപോയി നിർത്തണം. അങ്ങനെ തന്നെ വേണം. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? എന്റെ കുഞ്ഞനിയത്തിയോ? ഏതായാലും എന്റെ സംശയം തീർന്നു. കരുണാലയം എന്ന വീട് ഇപ്പോഴും നിലവിലുണ്ടെന്ന് സരോജത്തിനറിയാം. സമാധാനായി. ഒരുപാട് സ്നേഹമൊന്നും ഒലിപ്പിക്കണ്ട. ഈ വീട്ടിലൊരു കല്യാണം നടന്നിട്ട് നാട്ടുകാർ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ആ പയ്യന് കല്യാണം ആഘോഷമാക്കുന്നത് ഇഷ്ടമല്ല. അച്ഛനമ്മമാരല്ലാതെ മറ്റാരും കല്യാണത്തിന് വരരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ചെറുക്കന്റെ അമ്മയും അച്ഛനും, പെണ്ണിന്റെ ഭാഗത്തു നിന്ന് ഞാനും കോയമ്പത്തൂരിലെ ചേട്ടത്തിയും, മറ്റാരും ഉണ്ടായിരുന്നില്ല. സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ പോയി അവിടുത്തെ രജിസ്റ്ററിൽ പെണ്ണും ചെറുക്കനും ഒപ്പിട്ടു. പിന്നെ സാക്ഷികളും. 5 മിനിറ്റ് കൊണ്ട് ഒരു ചെലവും ഇല്ലാതെ കല്യാണം നടന്നു.
ആ ചെറുക്കന് അമേരിക്കയിൽ വേറൊരു ഭാര്യ കാണും. അമേരിക്കക്കാരി മദാമ. അച്ഛനമ്മമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവൻ ഇവിടെ ഒരു കല്യാണം നടത്തി. അത്രേ ഉള്ളൂ. ആ ചെറുക്കൻ ഒന്നാന്തരം തരികിടയാ. അങ്ങനെയുള്ളവരാ ഇങ്ങനെ ആരെയും അറിയിക്കാതെ രഹസ്യമായി കല്യാണം നടത്തുന്നത്. അവൻ ഡോക്ടറാണെന്ന് പറയുന്നു. എന്താ തെളിവ്? നിങ്ങൾ അവന്റെ സർട്ടിഫിക്കറ്റ് കണ്ടോ? അതോ അമേരിക്കയിൽ പോയി അന്വേഷിച്ചോ? ഇല്ലല്ലോ. 6 മാസം കഴിയട്ടെ. കണ്ണീരും കൈയുമായി പൊന്നുമോൾ ഇങ്ങ് വരും. ഞാൻ കാണിച്ചു തരാം. എന്റെ മോൾക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ അനുഭവിച്ചു തീർക്കും. നിന്റെ വീട്ടിൽ സഹായം ചോദിച്ചു വരില്ല. സരോജം, നീ ഇവിടെ വരുന്നതിൽ എനിക്കൊരു വിരോധമില്ല. പക്ഷെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. അനിയത്തിമാർ പറയുന്ന വാക്കുകളെല്ലാം ഒരു വിഡ്ഢിയുടെ മട്ടിൽ വിഴുങ്ങി കണ്ണീരൊലിപ്പിച്ച് നിന്നിരുന്ന ആ പഴയ സുശീലയല്ല ഞാനിന്ന്. എന്നെക്കുറിച്ചോ എന്റെ മോളെക്കുറിച്ചോ അനാവശ്യമായ ഒരു വാക്കുകൂടി പറഞ്ഞാൽ വന്ന രീതിയിൽ നീ ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. എന്നെ പേടിപ്പിക്കുന്നത് കണ്ടില്ലേ? തന്നെത്താനെ നിലത്ത് നിൽക്കാൻ ആരോഗ്യമില്ലാത്ത വിധവ എന്നെ വരട്ടുന്നോ? അതേടി, ഞാൻ വിധവയാണ്. എന്റെ ഭർത്താവ് മരിച്ചുപോയതുകൊണ്ടാണ് ഞാൻ വിധവയായത്. പക്ഷെ നീയോ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ വിധവയായി. നളിനി, മുറ്റത്ത് കിടക്കുന്ന എന്റെ കാറിൽ നിന്റെ അമ്മ ഇരിക്കുന്നുണ്ട്. പോയി വിളിച്ചോണ്ട് വാ. പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ അമ്മയെ കാറിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ. നീയോ കൊച്ചേട്ടനോ വിളിച്ചാലേ ചേച്ചി കാറിൽ നിന്ന് ഇറങ്ങൂ. മടിച്ചു നിൽക്കാതെ എന്റെ അനിയത്തിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനുള്ളതങ്ങ് പറയൂ നളിനി. എന്റെ അമ്മയ്ക്ക് താമസിക്കാൻ ഞാനൊരു വീട് വാടകയ്ക്കെടുത്ത് കൊടുത്തിട്ടുണ്ട്. മാസം തോറും 5000 രൂപ ചെലവിനായി കൊടുക്കാന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ആദ്യ മാസത്തെ 5000 അഡ്വാൻസായി വാങ്ങിച്ചോണ്ടാ അമ്മ ഈ മുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. നീ കരുണാലയത്തിൽ താമസിക്കുമ്പോ നിന്റെ അമ്മ എന്തിനു വാടക വീട്ടിൽ താമസിക്കണം? ഈ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിക്ക്. പോയി നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വരാൻ. എന്നോടിങ്ങനെ ഉത്തരവിടാൻ നീ ആരാ? എന്താടി നീ എന്നെ വിളിച്ചത്? നീ എന്നോ? അതെ സരോജൻ, നിനക്കെന്നെ നീ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെയും നീ എന്ന് വിളിക്കാം. നന്ദി കെട്ടവളെ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? കരുണാലയം തറവാട്ടിലെ അടുക്കളക്കാരി ആകാൻ പോലും യോഗ്യതയില്ലാത്ത നിന്നെ എന്റെ കൊച്ചേട്ടൻ കെട്ടിയത് അങ്ങേര് പൊട്ടനായതുകൊണ്ടാ. പൊട്ടനോ ഊമയോ ചെകിടനോ എന്ത് പേരിട്ട് വേണമെങ്കിലും നിനക്ക് അദ്ദേഹത്തെ വിളിക്കാം. എന്തായാലും അദ്ദേഹം എന്റെ ഭർത്താവാണ്, നിന്റെ ആങ്ങളെയുമാണ്. അതുകൊണ്ട് ഞാനും നീയും സമാസമം. നീ തെണ്ടിയാണെങ്കിൽ ഞാനും തെണ്ടി, നീ ജന്മിയാണെങ്കിൽ ഞാനും ജന്മിയാ. എടി, നിന്റെ കരണം അടിച്ച് പുകയ്ക്കും ഞാൻ. എന്നെ നീ ഒരു ചുക്കം ചെയ്യില്ല. ഇത്രയും നേരം തടി കേടാകാതെ നീ ഇവിടെ നിന്നത് സുശീല ചേച്ചിയുടെ മാന്യത കൊണ്ടാ. സുശീല ചേച്ചി കോയമ്പത്തൂരിൽ നിന്നും വന്ന കിഴവിയുടെ മകൻ ആ ഊമയ്ക്ക് സ്വന്തം മകളെ കൂട്ടിക്കൊടുത്ത് കൊച്ചേട്ടന് അവകാശപ്പെട്ട സ്വത്തുകൂടി തട്ടിയെടുത്ത അത്യാഗ്രഹി. ഇപ്പോഴോ ആ ഊമയെ തള്ളിക്കളഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്ന ഏതോ ഒരുത്തന് രഹസ്യമായി മോളെ കെട്ടിച്ചു കൊടുത്ത വഞ്ചകി. ചേട്ടാ, കൊച്ചേട്ടന് നളിനിക്ക് നാണല്ലേ ഇനി ഇവിടെ എങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ? വന്നു കയറിയപ്പോഴേ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നു. ഞാൻ പഴയ സുശീലയല്ല. അതുകൊണ്ട് നീ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്ന്. നീ കേട്ടില്ല? ഇറങ്ങടി വെളി. മേലിൽ കരുണാലയത്തിന്റെ ഗേറ്റ് കടക്കാൻ നിനക്ക് അവകാശമില്ല. ഇവിടെ കിടന്ന് ഞാൻ മരിച്ചാൽ എന്റെ ശവം കാണാൻ പോലും നീ വന്നേക്കരുത്. ചേച്ചി, ഇവരെല്ലാം കൂടെ എന്നെ തല്ലി ചതച്ചിട്ടും നിങ്ങൾ നാണം കെട്ട് കാറിനകത്ത് തന്നെ ഇരിക്കണോ? എന്താ സരോജം പറഞ്ഞത്? സരോജത്തെ ഇവര് തല്ലീനോ? എങ്കിലൊരു വീശിയിട്ട് തന്നെ മേൽ കാര്യങ്ങള്. ഈ 3 പേരിൽ ആരാ സരോജത്തെ തല്ലിയത്? ആരാ ഇവളെ അടിച്ചതെന്നാ ചോദിച്ചത്?
ഞാനും എന്റെ കൊച്ചേട്ടനും ചേർന്ന് ഞങ്ങളുടെ അനിയത്തി തല്ലി. സഹോദരങ്ങളോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ അവൾ പറഞ്ഞു. അതുകൊണ്ടാ തല്ലിയത്. എന്താ നിങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചടിക്കണോ? ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. അത് പിന്നെ നിക്ക് നിങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് വന്നാൽ എങ്ങനെയാ? ഓരോരുത്തരായി വരികയാണെങ്കിൽ ഒരു കൈ നോക്കാം. വാ, വാ. അയ്യോ, പൊക്കാനല്ല. അയ്യോ, പൊക്കാനല്ല, തല്ലാനാണ്. എന്നെ വിടുപെട്ട കേസ് കൊടുക്കും ഞാൻ. അയ്യോ. കാറിൽ കയറി വേഗം സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ ഇനി നീ മേടിക്കും. കാണിച്ചു തരാം ഞാൻ, എല്ലാരെയും കാണിച്ചു തരാം. എന്നെ തല്ലിയതിന് എന്റെ മകൻ കൊട്ടേഷൻ പാർട്ടിയുമായി വന്ന് നിങ്ങളുടെയൊക്കെ കൈയും കാലും വെട്ടിമാറ്റും. നോക്കിക്കോ. കണ്ട പൊട്ടന്റെ അഹങ്കാരം. ചുമ്മാ നല്ല ഇങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെയും ഒരമ്മ.